ഹലോ ഗായ്സ്, എന്തൊക്കെയാണ്? എല്ലാവർക്കും സുഖല്ലേ? അപ്പോൾ നമ്മുടെ പി ജി അപ്ഡേറ്റ് സീരീസിലേക്ക് CUT PG അപ്ഡേറ്റ് സീരീസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇറ്റ് ഇസ് മീ സയ്യിദ് ഷഹീർ ഫ്രം പെപ്പ് ലേണിംഗ്. അപ്പോൾ നമ്മുടെ ഓരോ യൂണിവേഴ്സിറ്റീസിൻ്റെയും ഡീറ്റെയിൽഡ് നോട്ടിഫിക്കേഷൻസ്, കോഴ്സസ്, ആപ്ലിക്കേഷൻ പ്രോസസ്സ് എല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? പെപ്പിൻ്റെ യൂട്യൂബ് ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. കാരണം എന്താണ്? നിങ്ങളെ സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ എത്തിക്കുക എന്ന് പറയുന്ന നിങ്ങളുടെ ഡ്രീം ഈസ് ആക്ച്വലി അവർ ഓൺ നമ്മളെയും കൂടി റെസ്പോൺസിബിലിറ്റിയാണ്. അപ്പോൾ ഏതായാലും നോട്ടിഫിക്കേഷൻസ് വരുന്ന സമയത്ത് ഒന്നുപോലും മിസ്സായി പോവാതിരിക്കുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. ഇപ്പോൾ നമ്മൾ ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി അല്ലേ, നിങ്ങളുടെ ഡ്രീം യൂണിവേഴ്സിറ്റി ലിസ്റ്റിൽ വരേണ്ട ടോപ്പ് കാറ്റഗറിയിൽ വരേണ്ട യൂണിവേഴ്സിറ്റികളൊന്നാണ് BHU. ഭയങ്കര രസമുള്ള ക്യാമ്പസാണ് ബനാറസ്, വാരാണസി എന്ന് പറയുന്ന സിറ്റി അല്ലേ. എല്ലാവർക്കും അത് അധികം ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട ആവശ്യമില്ല. UP-യിലാണ് വരുന്നത്. ഓക്കെ, പിന്നെ NIRFൻ്റെ റാങ്കിങ് ഒക്കെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ആദ്യത്തെ ഒരു 10 റാങ്കിലൊക്കെ എപ്പോഴും കഴിഞ്ഞ കുറേ കൊല്ലങ്ങളായിട്ടുള്ളതാണ്. 1916 100 വർഷത്തിൽ മേലെ ആയിട്ടുള്ള യൂണിവേഴ്സിറ്റിയാണ്. അപ്പോൾ 109 അല്ലേ, 110 കൊല്ലത്തെ പാരമ്പര്യമുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും ഫസ്റ്റത്തെ അല്ലെങ്കിൽ ടോപ്പ് ഫസ്റ്റ് എന്നുള്ളതല്ല, ടോപ്പ് യൂണിവേഴ്സിറ്റികൾ, ഫസ്റ്റ് എന്നുള്ളത് BHU അല്ല, മറ്റു യൂണിവേഴ്സിറ്റിയാണ്. അതായത് ആ ഒരു ടോപ്പ് കാറ്റഗറിയിൽ വരുന്ന യൂണിവേഴ്സിറ്റിയാണ്. അപ്പോൾ ഏതായാലും BHU-ലേക്കുള്ള അഡ്മിഷൻ പ്രോസസ്സ് വിളിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ BHU-ൽ നോക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത്, BHU-ൻ്റെ മെയിൻ ക്യാമ്പസ് ഉണ്ട്. മെയിൻ ക്യാമ്പസിൻ്റെ അണ്ടറിൽ അഫിലിയേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കോളേജുകളിലേക്കും ഈ ഒരു അഡ്മിഷൻ പ്രോസസ്സ് തന്നെയാണ് വിളിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ നോക്കുന്ന ഏകദേശം എല്ലാ കോഴ്സുകളും നമുക്ക് BHU-ൽ നമുക്ക് കാണാൻ സാധിക്കും. ഓൾമോസ്റ്റ് ഓൾ കോഴ്സസ് BHU-ൽ ഉണ്ട്. പക്ഷേ അവിടുത്തെ മെയിൻ ക്യാമ്പസിൽ തന്നെ പഠിക്കാൻ പറ്റുകയാണെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ്. ഞാൻ പേഴ്സണലി പ്രിഫർ ചെയ്യുക അതാണ്. യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ തന്നെ ഡിപ്പാർട്ട്മെൻറ്റിൽ പഠിക്കാൻ പറ്റുകയാണെങ്കിൽ അതിന് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുക. പിന്നെ അതിൻ്റെ അണ്ടറിൽ വരുന്ന കോളേജുകളാണുള്ളത്. ഓക്കെ, അതിനും സർട്ടിഫിക്കറ്റിന് യാതൊരു മാറ്റവും ഒന്നുമില്ല. അപ്പോൾ ഏതായാലും അഡ്മിഷൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു അഡ്മിഷൻ പ്രോസസ്സ് കാര്യങ്ങളൊക്കെ ഉള്ള പേജിലേക്ക് പോകാൻ സാധിക്കും. നമുക്ക് ഫസ്റ്റ് തന്നെ ഇവിടുത്തെ ഒരു രജിസ്ട്രേഷൻ ലാസ്റ്റ് ഡേറ്റ് അല്ലേ, നമ്മളെ മെയിൻ പരിപാടി നോക്കാം. രജിസ്ട്രേഷൻ ലാസ്റ്റ് ഡേറ്റ് വരുന്നത് ജൂൺ 10-നാണ് രജിസ്ട്രേഷൻ ലാസ്റ്റ് ഡേറ്റ് വരുന്നത് കേട്ടോ. ഓക്കെ, അതിനുശേഷം ഫസ്റ്റ് റൗണ്ട് അലോട്ട്മെൻറ്റ് എനിക്ക് അറിയില്ല അവരെന്തിനാ ഇത്ര ഡിലേ ആക്കുന്നതെന്നുള്ളത്. ജൂലൈ 14-നാണ് ഫസ്റ്റ് റൗണ്ട് അലോട്ട്മെൻറ്റ് പറഞ്ഞിട്ടുള്ളത്. സെക്കൻഡ് റൗണ്ട് ജൂലൈ 18. അപ്പോൾ അഡ്മിഷൻ പ്രോസസ്സും കാര്യങ്ങളൊക്കെ അവരുടെ അഡ്മിഷൻ പോർട്ടലിലൂടെയാണ് ഉണ്ടാവാറ്. അപ്പോൾ ഡേറ്റ് ഒന്ന് ഓർമ്മിച്ച് വെക്കുക. അതേപോലെ തന്നെ നമ്മളുടെ അപ്ലൈ ചെയ്യാൻ ഉള്ള ആപ്ലിക്കേഷൻ രജിസ്ട്രേഷൻ വെബ്സൈറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മളുടെ സെയിം സാധനങ്ങളൊക്കെ കൊടുക്കാം. ഫീസ് വരുന്നത് 300 രൂപയാണ്. ജനറലിനും OBC EWS വരുന്നത് 150 രൂപയാണ്. SC/ST കാറ്റഗറിയിലുള്ള ആളുകൾക്ക് വരുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് ഫീസും അതുപോലെ തന്നെ നമ്മളുടെ ഇതും വരുന്നത്, ഡേറ്റ് വരുന്നത്. ലാസ്റ്റ് ഡേറ്റ് ഒക്കെ ഒരു നോട്ടിഫിക്കേഷനൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. 10-ാം തീയതി രാത്രി 11:59 മുമ്പ് നിങ്ങൾ എന്ത് ചെയ്യണം? അപ്ലൈ ചെയ്യണം. അപ്പോൾ എന്തുകൊണ്ട് BHU എന്ന് ചോദിച്ചാൽ ഞാൻ പറയാം, കുറേ സീറ്റുകളുണ്ട്. ഒന്ന്, അതായത് ഇപ്പം നിങ്ങൾ ചില യൂണിവേഴ്സിറ്റികളിലൊക്കെ 30-20 സീറ്റുകളൊക്കെ ആകുമ്പോൾ BHU-ൻ്റെ കീഴിൽ നമുക്ക് ഒരുപാട് കോളേജുകളും ഒരുപാട് സീറ്റുകളും ഉള്ളതുകൊണ്ട് കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. പൊതുവേ നമ്മൾ മലയാളികളൊക്കെ അപ്ലൈ ചെയ്യുന്നത് കുറവായിരിക്കാറുണ്ട്. ഇപ്പോൾ എനിക്കറിയാം BHU-ൻ്റെ ക്യാമ്പസിലൊക്കെ ഇപ്പോൾ സൈക്കോളജി ഡിപ്പാർട്ട്മെൻറ്റിലൊക്കെ വളരെ കുറഞ്ഞ കുട്ടികളാണ് മുമ്പൊക്കെ പഠിച്ചിരുന്നത്. ഇപ്പം വീണ്ടും കുട്ടികൾ കൂടി വന്നിട്ടുണ്ട്. അപ്പോൾ ഏതായാലും BHU ഒന്ന് ആ ഒരു ആസ്പെക്റ്റിലാണ് നിങ്ങൾ നോക്കേണ്ടത്. രണ്ടാമത്തത് ഒരു ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ, റാങ്കിങ് ആസ്പെക്റ്റുകളും റിസർച്ച് കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ, എക്സ്പീരിയൻസ്ഡ് ഫാക്കൽറ്റീസൊക്കെ നോക്കുമ്പോൾ അതും BHU-ന് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഇതാണ്. ഇപ്പോൾ കാശിക്ക് പോവുക എന്നൊക്കെ നമ്മൾ പറയില്ലേ, നമ്മളെ ബേസിൽ ജോസഫിൻ്റെ സിനിമയിലൊക്കെ. അപ്പോൾ ആ കാശിയിൽ തന്നെ നിങ്ങൾക്ക് എത്താം എന്നുള്ളതാണ് പ്രത്യേകത. ഓക്കെ, അപ്പം ലാസ്റ്റ് ഡേറ്റ് ഒക്കെ നോക്കുക. ജൂൺ 10-ആണ് ലാസ്റ്റ് ഡേറ്റ് വരുന്നത്. പ്രോസ്പെക്ട്സ് ഒരു ഭയങ്കര വലിയ പ്രോസ്പെക്ട്സ് ആണ്. അപ്പോൾ എല്ലാം പറഞ്ഞു പോവുക എന്ന് പറയുന്നത് കുറച്ചൊരു ശ്രമകരമായിട്ടുള്ളൊരു കാര്യമാണ്. നിങ്ങൾക്കിവിടെ അക്കാഡമിക്സിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിഫറെൻറ്റ് സെൻറ്റേഴ്സും ഡിഫറെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളും നിങ്ങൾക്കിവിടെ കാണാം ഏതൊക്കെ കോഴ്സ് ഉണ്ട്. ഞാൻ എല്ലാ കോഴ്സും സ്പെസിഫിക്കലി പറയുന്നില്ല BHU-ൻ്റെ, കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാ കോഴ്സും ഉണ്ട് ഇവിടെ. കാരണം ഈവൻ മെഡിക്കൽ സയൻസ് ഡിപ്പാർട്ട്മെൻറ്റും എല്ലാം ഉള്ളത് കൊണ്ട് ഇത്രയും കോഴ്സുകൾ ഓരോ സ്പെല്ലിങ്ങിൻ്റെ കീഴിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ഏതൊക്കെ കോഴ്സുകളുണ്ട് എന്നുള്ളത്. അതുകൊണ്ടാണ് ഞാനത് ഈ ഒരു പേജ് ഇപ്പോൾ സൈക്കോളജി ഒക്കെ നോക്കുന്ന ആളുകളൊക്കെ നോക്കുക. ഏകദേശം നമുക്ക് ആവശ്യമുള്ള
നമ്മൾ കേൾക്കാത്ത കോഴ്സുകൾ വരെ ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നില്ല, ഡീറ്റെയിൽ ആയിട്ട് ഓരോ കോഴ്സ് പറയുന്നില്ല. കാരണം 100-150ഓളം കോഴ്സുകൾ എന്ത് ചെയ്യുന്നുണ്ട് ഇവിടെ ഉണ്ട്. അപ്പോൾ ഇതാണ് കോഴ്സുകളുടെ ഒരു ഔട്ട്ലൈൻ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എന്താണ് BHUവിൻ്റെ പ്രോസ്പെക്ട്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ കാണാൻ സാധിക്കും കോഴ്സുകളുടെ. ഇപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ ഒരു കുറച്ചും കൂടി ഒരു എക്സ്പ്ലെയിൻഡ് സാധനം. അപ്പോൾ ഇവിടുന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബയോ കെമിസ്ട്രി ഉണ്ട്, ബോട്ടണി ഉണ്ട്, അപ്ലൈഡ് മൈക്രോബയോളജി ഉണ്ട്, എൻവയോൺമെൻറ്റൽ സയൻസ് ഉണ്ട്, MSc കെമിസ്ട്രി ഉണ്ട്, അല്ലേ, കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ MCA കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഉണ്ട്, കമ്പ്യൂട്ടർ സയൻസ് ഉണ്ട്, ജോഗ്രഫി ഉണ്ട്, MSc ജിയോളജി ഉണ്ട്, ജിയോ ഫിസിക്സ്, ഹോം സയൻസ്, മാത്തമാറ്റിക്സ്, ഫിസിക്സ്, സ്റ്റാറ്റി, സുവോളജി. ഞാൻ പറഞ്ഞില്ലേ, അതായത് എല്ലാ കോഴ്സുകളും. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഓരോന്നായിട്ട് പോവാത്തത്. ഫാക്കൽറ്റി ഓഫ് ആർട്സിൽ ആർക്കിയോളജി, അറബിക്, ബംഗാളി, ഓക്കെ, മലയാളം ഇല്ലാന്ന് തോന്നുന്നു. മലയാളം നമ്മൾ അലിഗഡ് യൂണിവേഴ്സിറ്റിയിൽ മലയാളം ഉണ്ട് കേട്ടോ, MA മലയാളം ഉണ്ട്, ജർമ്മൻ സ്റ്റഡീസ്, ഇങ്ങനെ ഇഷ്ടം പോലെ എന്താണ് അതർ ലാംഗ്വേജസ്, മാസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ജേർണലിസം, ലൈബ്രറി സയൻസ്, എന്താണ് അതുപോലെ തന്നെ മറാത്തി, മ്യൂസിയോളജി, പേർഷ്യൻ, ഒരു എവറിത്തിങ് എന്ന് തന്നെ പറയാം കേട്ടോ. ഫിലോസഫി, എഡ്യൂക്കേഷൻ, ഫിസിക്കൽ എഡ്യൂക്കേഷൻ, അങ്ങനെ ഓരോന്നുണ്ട്. തെലുഗു, ഉറുദു, മലയാളം ഇല്ല എന്നുള്ളതാണ് എൻ്റെ ഒരു ഓർമ്മ. ഇനി ഉണ്ടെങ്കിൽ ഞാൻ പറയാം. അതുപോലെ തന്നെ MCOM ഉണ്ട്, അല്ലേ, MBA ഉണ്ട്, എഡ്യൂക്കേഷനിൽ MED ഉണ്ട്, MEDൽ തന്നെ സ്പെഷ്യലൈസേഷൻ ഉണ്ട്, സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ഉണ്ട്. ഇങ്ങനെ ഒരുപാട് പ്രോഗ്രാമുകൾ നമുക്ക് എന്തുണ്ട് ഇവിടെ ഉണ്ട് കേട്ടോ. ലോ ഉണ്ട്, ഓൾ ഡിപ്പാർട്ട്മെൻറ്റ്സ്, ഓൾ കോഴ്സുകളുടെ എണ്ണം തന്നെ കണ്ടില്ലേ, എത്ര കോളേജുകൾ എത്രയാണുള്ളതെന്നുള്ളത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഓരോന്നായിട്ട് പറയാത്തത്. സോഷ്യൽ സയൻസിൽ എക്കണോമിക്സ് ഉണ്ട്, ഹിസ്റ്ററി ഉണ്ട്, പൊളിറ്റിക്കൽ സയൻസ് ഉണ്ട്, സൈക്കോളജി ഉണ്ട്. ഇവിടെ MA/MSc സൈക്കോളജി, അതുപോലെ തന്നെ മാസ്റ്റേഴ്സ് ഇൻ സൈക്കോളജിയിൽ നോൺ സൈക്കോളജി ഗ്രാജുവേറ്റ്സിനും ഇവിടെ ഉണ്ട് കേട്ടോ. അതിൽ എഞ്ചിനീയറിംഗ് ആൻഡ് മെഡിക്കൽ സയൻസിലുള്ള കുട്ടികൾക്ക് ഏകദേശം 6-7 സീറ്റുകളാണ് ഉള്ളത്. ഓക്കെ, പിന്നെ ഒരു പേഴ്സണൽ മാനേജ്മെൻറ്റ് ആൻഡ് ഇൻഡസ്ട്രിയൽ റിലേഷൻ എന്ന് പറഞ്ഞിട്ട് സൈക്കോളജി ഡിപ്പാർട്ട്മെൻറ്റ് കൊടുക്കുന്ന കോഴ്സ് ഉണ്ട്. സോഷ്യോളജി, സോഷ്യൽ വർക്ക്, ആന്ത്രോപോളജി, ജെൻഡർ സ്റ്റഡീസ്, മനസ്സിലായില്ലേ, വിഷ്വൽ ആർട്സിലുള്ള പ്രോഗ്രാമുകൾ, അപ്ലൈഡ് ആർട്സ്, അങ്ങനെ എന്താണ് 109 പേജുള്ള കോഴ്സാണ് അവരുടെ എന്താണ് പ്രോസ്പെക്ട്സ് ആണ്. അപ്പോൾ അതിൽ മേജർ കോഴ്സുകൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. റാങ്കിങ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. NIRF റാങ്കിങ്ങിലൊക്കെ ടോപ്പിൽ കിടക്കുന്നതാണ്. 11th ഓവറാൾ, 5th, അതുപോലെ NAC കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്, ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ പ്രോസ്പെക്ട്സ് നിങ്ങൾ എന്ത് ചെയ്യാം, വായിച്ചു നോക്കുക. അവരുടെ അലൂമിനിയൊക്കെ എന്താണ് പ്രസിഡൻറ്റുമാരും ഉൾപ്പെടെ എല്ലാവരും ഉള്ള എന്താണ് നല്ല വളരെ വലുപ്പത്തിലുള്ള കോൺവക്കേഷന് വന്ന ആൾക്കാർ ഒക്കെ, അങ്ങനെ ഒരു മൊത്തത്തിൽ എല്ലാം കൊടുത്തിട്ടുണ്ട് ഇൻഫർമേഷൻസ്. അപ്പോൾ എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഒക്കെ നിങ്ങൾ ഓരോ കോഴ്സിൻ്റെ നേരെ ഉള്ളത് നോക്കണമെന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതൊക്കെയാണ് മെയിനായിട്ട് പറയുന്ന കാര്യങ്ങൾ കേട്ടോ. ബാക്കിയുള്ളതൊക്കെ ആസ് യൂഷ്വൽ തന്നെയാണ്. റിസർവേഷൻ സാധനങ്ങളൊക്കെ പറയുന്നു, ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്രിഫറൻസ് കൊടുക്കുന്നത് പറയുന്നു. പിന്നെ കുറച്ച് താഴോട്ട് പോകുമ്പോൾ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിൽ, ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ പറയുകയാണ്, ഇപ്പോൾ എന്താണ് MSc അഗ്രികൾച്ചർ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ എലിജിബിലിറ്റി ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഓരോ കോഴ്സിൻ്റെ എലിജിബിലിറ്റി കൊടുത്തിട്ടുണ്ട്. അത് പ്രൊവൈഡ് ചെയ്യുന്ന ഡിപ്പാർട്ട്മെൻറ്റുകൾ, അവിടുത്തെ സീറ്റിൻ്റെ എണ്ണം, അതുപോലെ തന്നെ എന്താണ് കോഴ്സ് ഫീസ്, ഇതൊക്കെ ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു എന്താണ് ഇതിൽ ഈ ഒരു പ്രോസ്പെക്ട്സിൽ നിങ്ങൾ ജസ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓരോ കോഴ്സും ഞാനിങ്ങനെ 1 by 1 കാണിക്കുന്നില്ല. ഇതിൽ എന്താണ് ഓരോ കോഴ്സിൻ്റെ ഈ എലിജിബിലിറ്റി, അതുപോലെ തന്നെ ആ കോഴ്സുള്ള എന്താണ് ക്യാമ്പസുകൾ, സീറ്റ്, ഫീസ് ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ MCA ആണെന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കുക, ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. 3 ഓപ്ഷൻസിലുണ്ട്. ഫീസ് സ്ട്രക്ചർ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഓരോന്നിൻ്റെയും ഡീറ്റെയിൽസ് വരെ എന്ത് ചെയ്തിട്ടുണ്ട്, മെൻഷൻ ചെയ്തിട്ടുണ്ട് ഇവിടെ. അപ്പോൾ അത്രയാണ് BHUവിൻ്റെ ഒരു ഔട്ട്ലൈൻ. ഈ ഒരു പ്രോസ്പെക്ട്സ് ഓരോന്നും നിങ്ങൾ നോക്കുമെന്ന് വിചാരിക്കുന്നു. ഇംഗ്ലീഷിൻ്റെത് നോക്കൂ, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഇംഗ്ലീഷിൽ തന്നെ ഉണ്ട്, MA ഇംഗ്ലീഷ്, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ്. അപ്പോൾ നിങ്ങളെപ്പോഴും ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കേണ്ടത് ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ക്യാമ്പസിനാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, കൊടുക്കേണ്ടത് കേട്ടോ. അതിന് ശേഷമാണ് താഴത്തുള്ള കോളേജുകൾ, കുറേ ആര്യ മഹിളാ കോളേജ്, DAV കോളേജ്, അങ്ങനെ VKM കോളേജ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കോളേജുകളുണ്ട്. പക്ഷേ ഫസ്റ്റ് നിങ്ങൾ ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട് കാണുമ്പോൾ അതിനെന്ത് ചെയ്യുക, ഒരു ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കുക കേട്ടോ. ഓക്കെ, അതാണ് നിങ്ങളൊന്ന് എന്ത് ചെയ്യേണ്ടത്, ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഏതായാലും എന്താണ് നിങ്ങളെ BHU നിങ്ങളുടെ ഒരു
ഓപ്ഷനിൽ നിങ്ങൾ നിർബന്ധമായിട്ടും കൊണ്ടുവരേണ്ട ഒരു ക്യാമ്പസാണ്. റാങ്കിങ് വൈസ് ആണെന്നുണ്ടെങ്കിലും നിങ്ങളൊരു BHU പ്രൊഡക്റ്റ് ആണ് എന്നുള്ളത് നിങ്ങൾക്ക് എന്താണ് ഒരു അംഗീകാരം തന്നെ ആയിരിക്കും. അപ്പോൾ ഏതായാലും ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി നിങ്ങളുടെ എന്താണ് അപ്ലിക്കേഷൻ അഡ്മിഷൻ പ്രിഫറൻസിൽ ആദ്യം തന്നെ നിൽക്കട്ടെ. ഒരുപാട് മലയാളി കുട്ടികളുണ്ട്, ഇപ്പം നല്ല അലൂമിനീസൊക്കെ സെറ്റാണ്, ഹെൽപ്പ് ഡെസ്കുകളൊക്കെ ഉണ്ട്. അപ്പം BHUവിൽ പോവാൻ നമ്മളെ ബേസിൽ ജോസഫ് പറയുന്ന കാര്യം എന്താണ്, ഞാൻ ഏതായാലും പോകുന്നുണ്ട്, പോരാനുള്ളവർക്കൊക്കെ പോരാം എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യാം, നിങ്ങൾ അപ്ലൈ ചെയ്യുക. അത്യാവശ്യം സീറ്റുകളുടെ എണ്ണം കൂടുതലാണ്. അപ്പോൾ ഏതായാലും BHUവിൽ ഇന്ത്യയിലെ ടോപ്പ് റാങ്ക്ഡ് യൂണിവേഴ്സിറ്റിയിൽ ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടട്ടെ എന്ന് പെപ്പ് ആശംസിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ മറ്റൊരു യൂണിവേഴ്സിറ്റിയുടെ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓൾ ദി ബെസ്റ്റ്.